ഈ മുതലിനെ കൊണ്ട് കറങ്ങണമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് നമ്മൾ വണ്ടിയെടുത്തത്. ഒന്നും നോക്കിയില്ല, തേക്ക് മ്യൂസിയത്തിലേക്ക് വിട്ടു. അതാണല്ലോ നമുക്ക് സൗകര്യം. ചാച്ചനും അമ്മയും ഇല്ലാതെ ഞങ്ങളുടെ കൂടെ ആൽബി ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത്. അതിൻ്റെ ഒരു ടെൻഷനും ഒപ്പം എക്സൈറ്റ്മെൻറ്റും നന്നായി ഉണ്ടായിരുന്നു. പുള്ളി പക്ഷെ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് കുറച്ച് അലമ്പാക്കിയെങ്കിലും പിന്നെ കുറേ നേരം പാർക്കിലെ കുട്ടികൾ കളിക്കുന്നത് നോക്കി നിൽപ്പായിരുന്നു. എപ്പോൾ പുറത്തിറക്കിയാലും ആൾക്കാരുടെ ശ്രദ്ധ കിട്ടാൻ ആൾ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കും. എന്ത് ചെയ്താലും മാനേജ് ചെയ്യാൻ പറ്റണം എന്നായിരുന്നു പ്രാർത്ഥന. എന്തായാലും പറയുന്നതൊക്കെ കേട്ട് പറയുന്ന വഴികളിലൂടെയൊക്കെ പോകുന്നുണ്ടായിരുന്നു അവൻ. കുറേ നേരം പാർക്കിലേക്ക് നോക്കി നിന്ന ശേഷം അവൻ മെല്ലെ ഉള്ളിലേക്ക് കയറി. പിന്നെ ഇതുമ്മലായി കളി. ഇവനെ കണ്ട് പേടിച്ച് കുട്ടികളെയൊക്കെ അമ്മമാർ മാറ്റി നിർത്തുന്നത് കണ്ടപ്പോൾ ഉള്ളിലൊരു വിഷമം വന്നു. പക്ഷേ ഇവൻ ഇങ്ങനെ ചെയ്താൽ പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ. ഇവൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്ക് കളിക്കാൻ പറ്റില്ലല്ലോ എന്നോർത്ത് ആദ്യം ബുദ്ധിമുട്ട് തോന്നി. പിന്നെ ആലോചിച്ചപ്പോൾ ഇവൻ എപ്പോഴും അവസരം കിട്ടാറില്ലല്ലോ എന്നോർത്തു. അപ്പുറത്ത് വേറെ റൈഡുകളുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം ഈ സ്ലൈഡിൽ നോക്കി നിന്നു. കയറണമെന്ന് ചോദിച്ചതും പുള്ളി ഒട്ടും മടിച്ചില്ല, അങ്ങ് കയറി. അവൻ്റെ സന്തോഷം കണ്ടപ്പോൾ ഞങ്ങളുടെ മനസ്സും നിറഞ്ഞു. ഒരു പ്രാവശ്യം കയറിയപ്പോൾ തന്നെ ആ സ്ലൈഡിന് ചെറിയൊരു കുലുക്കം തോന്നി. കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ, അതുകൊണ്ട് പിന്നെ കയറ്റിയില്ല. എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാൻ വിളിച്ചപ്പോൾ ആൾ വരുന്ന ലക്ഷണമില്ല. വണ്ടി എടുക്കുന്നത് കണ്ടപ്പോൾ തിരിച്ച് പാർക്കിലേക്ക് ഓടി. പിന്നെ അവിടുന്ന് പൊക്കിയെടുത്തു കൊണ്ടുവന്നു. അങ്ങനെ ഇവനെയും കൊണ്ടുള്ള ഞങ്ങളുടെ ആദ്യത്തെ യാത്ര സക്സസ് ആയി. ഇനി ധൈര്യമായിട്ട് ചാച്ചനും അമ്മയും ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് ഇവനെ മാനേജ് ചെയ്യാം. ആൽബിക്കുട്ടനെ കൊണ്ട് ഇനിയും ഒരുപാട് യാത്രകൾ ചെയ്യാൻ സാധിക്കട്ടെ.